കർണാടക കോൺഗ്രസിൽ ചർച്ചയായി മുഖ്യമന്ത്രി മാറ്റം. വീണ്ടും രാഷ്ട്രീയ നാടകങ്ങളിലേക്ക് പോവുകയാണോന്നറിയില്ല. അധികാരം പങ്കുവയ്ക്കലിന് ഒരു ധാരണയുണ്ട് എന്നും അതെന്തെന്ന് ഇപ്പോൾ മാധ്യമങ്ങളോട് ചർച്ച ചെയ്യാനില്ല എന്നും ഡി കെ ശിവകുമാർ. എന്നാൽ അധികാരം പങ്കുവയ്ക്കാൻ ആരുമായും ഒരു ധാരണയുമില്ല എന്ന് മുഖ്യമന്ത്രി. എന്തായാലും സിദ്ധരാമയ്യയുടെ മറുപടിയോടെ പഴയ പ്രസ്താവന തിരുത്തി ഡി കെ ശിവകുമാർ രംഗത്തുനിന്നിട്ട് മുഖ്യമന്ത്രി എന്തു പറയുന്നു അതാണ് അവസാനം വാക്ക് എന്നാണ് ശിവകുമാർ പറയുന്നത്. ശ്രീധരൻ തന്നെ അതിൻ്റെയും കൂടി വിവരങ്ങൾ നൽകും. ശ്രീധര, അപ്പോൾ അങ്ങനെ ഒരു സമവായ പ്രതികരണത്തിൽ അവസാനിക്കുകയാണോ അതോ ഈ ഒരു ഉള്ളിലെ അസ്വസ്ഥത അതെങ്ങനെ പുകയുകയാണോ? സതീഷ്, ഈ നിലവിൽ പ്രത്യക്ഷത്തിൽ ഇതൊരു സമവായ രീതിയിൽ തന്നെയാണ് പോകുന്നത്. പക്ഷേ ഉള്ളിൽ ഇത് സംബന്ധിച്ച് വലിയ തർക്കങ്ങൾ, ചരടുവലികളൊക്കെ നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. നിലവിൽ ഇന്ന് ഈ വിവാദം വീണ്ടും വരാൻ കാരണം, അല്ലെങ്കിൽ ഈ പ്രശ്നം വീണ്ടും ഉയർന്നു വരാൻ കാരണം ഡി കെ ശിവകുമാർ ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിന് നൽകിയ പ്രതികരണത്തിലാണ്. അതായത് തനിക്ക് ഹൈക്കമാൻഡിനോടുള്ള അവരോടുള്ള ഒരു താല്പര്യം അവർക്ക് തിരിച്ചും ഉണ്ടാകും, അതിനുള്ള ഒരു ഫലം തനിക്ക് ലഭിക്കും എന്നുള്ള ഒരു പ്രതികരണമാണ് ഡി കെ ശിവകുമാർ നടത്തിയത്. ഏതായാലും കർണാടകയിൽ സിദ്ധരാമയ്യ സർക്കാർ അധികാരമേറ്റ് 2 വർഷം പിന്നിടാൻ പോവുകയാണ്. ഈ വേളയിൽ ആണ് ശിവകുമാറിന്റെ പ്രതികരണം എന്നുള്ളത് കൂടി നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം. അതായത് 2.5 വർഷം അധികാരം, മുഖ്യമന്ത്രി സ്ഥാനം പങ്കിടുക എന്നുള്ള ഒരു ഫോർമുല ഉണ്ടായിരുന്നതായി നേരത്തെ വാർത്തകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് സംബന്ധിച്ച് ഡികെയുടെ പേര് വലിയ തോതിൽ ഉയർന്നു വന്നിരുന്നു. പക്ഷേ സിദ്ധരാമയ്യയുടെ ഒരു ജനപ്രീതി, സിദ്ധരാമയ്യക്ക് വീണ്ടും ഒരു ഊഴം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുടെ പേരിലാണ് പിന്നീട് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകാതെ പോയത്. വീണ്ടും ഒരു ചർച്ച ഉണ്ടാവുകയാണോ, ഉണ്ടാക്കിയെടുക്കുകയാണോ? രണ്ടും പറയാം. അതായത് ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത കൂടെയുണ്ട്. ഓൾഡ് മൈസൂർ റീജിയണിൽ, പ്രത്യേകിച്ച് ഹാസനിൽ ഇന്ന് അഹിന്ദ സമ്മേളനം, സ്വാഭിമാന സമാവേശ സമ്മേളനം നടക്കുന്നുണ്ട്. അത് സിദ്ധരാമയ്യയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ അനുകൂലിക്കുന്ന നേതാക്കളാണ് ഈ സമ്മേളനം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതൊരു ശക്തി പ്രകടനമായി മാറ്റാനാണ് സിദ്ധരാമയ്യ പക്ഷം ശ്രമിക്കുന്നത്. ഏതായാലും ഇത് സ്വയം തീരുമാനിച്ച് സിദ്ധരാമയ്യ പക്ഷം സംഘടിപ്പിക്കുന്ന ഒരു സമ്മേളനമാണ് എന്ന് വിവാദം ഉയർന്നതിന് തൊട്ട് പിന്നാലെ തന്നെ ഡി കെ ശിവകുമാർ ഇതൊരു KPCC പരിപാടിയാണ് എന്ന രീതിയിൽ പ്രതികരണവുമായൊക്കെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഏതായാലും ഈ ദിവസമാണ് ഇങ്ങനെ ഒരു വിവാദം ഉയർന്നു വന്നത് എന്നുള്ളത് ശ്രദ്ധേയമായി ഉള്ള ഒരു കാര്യമാണ്. സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി സ്ഥാനത്തിനുള്ള ക്ലെയിമിൽ നിന്ന് ഡി കെ ശിവകുമാർ പിന്മാറിയെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് കർണാടകയിൽ കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കുവെച്ച ഒരു നേതാവാണ് ഡി കെ ശിവകുമാർ. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തിൽ നിന്ന ക്ലെയിമിൽ നിന്ന് പിന്മാറാൻ അദ്ദേഹം തയ്യാറല്ല. പക്ഷെ പുറമേക്ക് പാർട്ടിക്കുള്ളിൽ പ്രശ്നങ്ങളില്ല എന്നുള്ള ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം കൂടി ശരി. എന്തായാലും കർണാടക കോൺഗ്രസിൽ ഒരു അധികാര കൈമാറ്റം അല്ലെങ്കിൽ മുഖ്യമന്ത്രി കസേര പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ നടന്നുവെന്ന് വ്യക്തമാകുന്നു. നിലവിൽ പ്രശ്നങ്ങളില്ല. സിദ്ധരാമയ്യയുടെ വാക്കാണ് അവസാന വാക്ക് എന്ന് ഡി കെ ശിവകുമാർ പറയുന്നതോടുകൂടി ആ ഒരു എന്ത് സർക്കാർ രൂപീകരണത്തിന് പോവുകയാണെങ്കിലും ഒരു പണമെറിയുന്ന സംവിധാനങ്ങൾ ഒരുക്കുന്ന ആളാണ് ഡി കെ ശിവകുമാർ. കോൺഗ്രസിനെ ഏത് ദൗത്യം ഏൽപ്പിക്കാൻ കഴിയുന്ന ഒരാളാണ് അദ്ദേഹം. ഒരു പാർട്ടി പുലർത്തുക എന്ന് പറയുന്ന ഒരു അസ്വസ്ഥത ഉണ്ടാക്കുക എന്ന് പോലും ചിന്തിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അദ്ദേഹം അതിന് നിൽക്കുന്ന ഒരാളല്ല ഇതുവരെയും.